മേയർ കെയർ പദ്ധതിയിൽ വൻ തട്ടിപ്പ്. നമ്മുടെ 24 ന്യൂസാണ്. അത് സൂക്ഷ്മമായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ മേയർ കെയർ പദ്ധതിയിൽ വൻ തട്ടിപ്പ് എന്ന് വലിയ ക്യാപ്ഷൻ വലിയ ഫോണിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ആ ഫോണിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് അവർ കൊടുത്തിരിക്കുകയാണ്. കൃത്യമായ കണക്കുകളില്ലാതെ വൻകിട ഉടമകളിൽ നിന്ന് സമ്മാനം സ്വീകരിച്ചു എന്നത് അതുവരെ ഓക്കെയാണ്. വീണ്ടും അവർ ആ ഫോണിൻ്റെ സൈസ് വളരെ ചെറുതാക്കിക്കൊണ്ട് ഇട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഴിമതി ആരോപണമായിട്ട് നമ്മുടെ LDF വന്നു എന്നത്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ വായിക്കുന്നവർക്ക് എന്താ അവിടെ അഴിമതി നടന്നു എന്ന്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ട് സൂക്ഷ്മത്തോടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആരോപണമാണെന്ന്. അപ്പം ആരോപണം മാത്രമേ ഉള്ളൂ ചേട്ടന്മാരെ, തെളിവുകളൊന്നും ഇല്ലേ? അല്ല, 24 കുറ്റമൊന്നും പറയാനില്ല. അത് ഈ കണ്ടതിൻ്റെ ദാരിദ്ര്യം വരുമ്പോഴേ അങ്ങനെ കൊടുക്കാം അല്ലേ? എൻ്റെ ഡൗട്ട്, നമ്മുടെ കേരളത്തിൽ MP ആയിട്ട് സുരേഷ് ഗോപിയും അല്ലെങ്കിൽ നമ്മുടെ മേയറായിട്ട് ഈ VV രാജേഷ് മാത്രമേ ഉള്ളൂ. വേറെ ആരുടെയും പേര് ഒന്നും പറഞ്ഞ് കേൾക്കാറില്ല. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് താഴെ വന്നിരിക്കുന്ന കമൻറ്റൊക്കെ വളരെ രസമുള്ള കമൻറ്റുകളാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് അതാണ് നമ്മുടെ ജയപ്രകാശൻ KS എന്ന് പറഞ്ഞ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, യാതൊരു വസ്തുതയും ഇല്ലാതെ യാതൊരു തെളിവുകളും ഇല്ലാതെ വല്ലവനും ഛർദ്ദിച്ചു വെക്കുന്ന ഉച്ചിഷ്ടം എടുത്ത് ഫ്ലാഷ് ന്യൂസായി പ്രചരിപ്പിക്കുന്നതാണോ നിങ്ങളുടെയൊക്കെ മാധ്യമ ധർമ്മം എന്നത്? എനിക്കും ഇതേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയാം, നമുക്കറിയാവുന്ന എത്ര മേയർമാർ കേരളത്തിലുണ്ട് ഈ VV രാജേഷ് അല്ലാതെ. ഇനി ഈ തട്ടിപ്പ്, അങ്ങനെ തട്ടിപ്പിൻ്റെ കാര്യം തിരുവനന്തപുരത്തുള്ള ആൾക്കാർ തന്നെ പറയട്ടെ, നിങ്ങളൊന്ന് കണ്ടു നോക്കിയത്. സന്തോഷമായി, വളരെ ഹാപ്പിയായി. ഇതിനു മുമ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? മുമ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓണക്കോടി ആദ്യമായിട്ടാണ്. എന്താ മേയറെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. നല്ലൊരു മേയറിനാണ് നമുക്ക് പ്രാവശ്യം കിട്ടിയത്. ഞാൻ ജോലിക്ക് കയറിയതിനു ശേഷം 2 മേയർമാരുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു. ഇത് ആദ്യമായിട്ട് തന്നെയാണ്. ഭയങ്കര സന്തോഷമായിരിക്കണം ഈ ഓണത്തിന്. നല്ല ഫുഡൊക്കെ ഇന്നലെ ഊണുണ്ടായിരുന്നു. നല്ല ഗംഭീരമായ പരിപാടിയാണ് ഈ തവണ മേയർ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇനി മറക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ്. സന്തോഷമായോ? പ്രതീക്ഷിച്ചിരുന്നോ? ഹാപ്പിയാണോ? ഓണം എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിനപ്പുറം എല്ലാവരെയും തുല്യ വീക്ഷണത്തിൽ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തൊഴിലാളികൾക്കും ഓണം സന്തോഷമാക്കുന്നില്ലേക്ക് ഓണത്തിന്റെ ആ ഒരു സന്തോഷത്തിനെ നമ്മുടെ മേയർ ചെയ്ത ഈ ഒരു വലിയ പരിപാടിയെ തൊഴിലാളികൾ എല്ലാവരും മുന്നടക്കം അംഗീകരിക്കും എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ കാലം ഓണം കുറച്ചുകൂടി ഗംഭീരമാക്കാൻ വേണ്ടി ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഈ ചെയ്ത വലിയൊരു പുണ്യമായ ഒരു കർമ്മമാണ്. 11 വർഷമായി ഞാൻ ജോലിക്ക് കയറി. ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയ വളരെ വളരെ സന്തോഷം. ഓണക്കോടിയുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. വളരെ സന്തോഷം, ഹാപ്പിയാണ്. ഈ തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ ജീവനക്കാരും ഒരാൾ പോലും ഇല്ലാതെ ഓണം ആഘോഷിക്കണമെന്നുള്ള ആ ദീർഘവീക്ഷണത്തോടുകൂടി ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കും. സന്തോഷമായി. ഇതിന് മുമ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എല്ലാ സഹായം ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് നല്ല സന്തോഷമുണ്ട്. മേയർ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായമാണ്. നമ്മൾ ഈ ജോലിക്ക് 4 വർഷമായി ഇറങ്ങിയിട്ട് പോലെ ഇതേപോലെ സന്തോഷം നമുക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ കിട്ടിയതിന് നിങ്ങളെല്ലാവർക്കും നന്ദി പറഞ്ഞു.